നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ചാക്കയിൽ നാടോടികളായ ദമ്പതികളുടെ 2 വയസ്സുകാരി മകളെ കാണാതായ സംഭവത്തിൽ ദുരൂഹതകൾ ബാക്കി. 19 മണിക്കൂർ നീണ്ട ആശങ്കയ്ക്കൊടുവിൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഓടയിൽ നിന്നാണ് കുട്ടിയെ പോലീസ് കണ്ടെത്തിയത്. എന്നാൽ കുട്ടി എങ്ങനെ അവിടെ എത്തി എന്നതിൽ വ്യക്തതയില്ല. കുട്ടിയുടെ ശരീരത്തിൽ കാര്യമായ പോറലുകളൊന്നും ഇല്ലാത്തതിനാൽ ആരെങ്കിലും ഉപേക്ഷിച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇന്നലെ പുലർച്ചെ 1 മണി മുതൽ ആരംഭിച്ച പരിശോധന ആശങ്കയുടെ 19 മണിക്കൂർ. ബീഹാർ സ്വദേശിനിയായ മേരി എന്ന 2 വയസ്സുകാരിക്കായി കേരളമാകെ നെഞ്ചിടിപ്പോടെ കാത്തിരുന്നു. രാത്രി 7:39 പേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് DCP നിതിൻ രാജ് പുറത്തേക്ക്. കുട്ടിയെ കണ്ടെത്തി എന്ന ആശ്വാസ വാർത്ത മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചു. പ്രദേശത്ത് പരിശോധന നടത്തി പോലീസുകാർ തന്നെയാണ് കൊച്ചുവേളിയിൽ കാട് വളർന്ന മറഞ്ഞ നിലയിലുള്ള ഓടയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് സ്ഥിരീകരിച്ചു. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിമാരുടെ സംഘം ഇന്ന് വയനാട്ടിൽ. മന്ത്രിമാരായ കെ രാജൻ, MP രാജേഷ്, AK ശശീന്ദ്രൻ എന്നിവരാണ് ജില്ലയിലെത്തുന്നത്. രാവിലെ 10 മണിക്ക് സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ഹാളിൽ സർവകക്ഷി യോഗം ചേരും. ഉദ്യോഗസ്ഥരുമായി മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തും. വന്യജീവി ആക്രമണത്തിനിരയായവരുടെ കുടുംബാംഗങ്ങളെ മന്ത്രിതല സംഘം സന്ദർശിച്ചേക്കും. വന്യജീവി ആക്രമണം തുടർച്ചയായ പശ്ചാത്തലത്തിൽ UDFന്റെ രാപ്പകൽ സമരവും ഇന്ന് നടക്കും. രാവിലെ 10 മണിക്ക് കളക്ടറേറ്റിന് മുന്നിൽ K മുരളീധരൻ MP സമരം ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാർക്കെതിരെ പരസ്യ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. ആന്ധ്രയുടെ ചെറുത്തുനിൽപ്പിൽ കേരളത്തിന് വിജയം നഷ്ടമായി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ അവസാന മത്സരം സമനിലയിൽ അവസാനിച്ചു. ആന്ധ്രയുടെ 1 വിക്കറ്റ് കൂടി എടുത്തിരുന്നെങ്കിൽ കേരളത്തിന് ഇന്നിംഗ്സ് ജയം സാധ്യമായേനെ. എന്നാൽ പൊരുതി കളിച്ച ആന്ധ്ര കളി അവസാനിക്കുമ്പോൾ 9 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് എടുത്തു. സ്കോർ: കേരളം 514 റൺസിന് ഡിക്ലെയർ. ആന്ധ്ര ഫസ്റ്റ് ഇന്നിംഗ്സ് 272 റൺസ്, സെക്കൻഡ് ഇന്നിംഗ്സ് 189 റൺസ്, 9 വിക്കറ്റ് നഷ്ടത്തിൽ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.